നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഇന്ന് കോച്ചിങ്ങിന് പോയല്ലേ? പോയി, നേരത്തെ വന്നതാ. എന്താ ഞാൻ നിന്നെ അന്വേഷിച്ച് അവിടെ പോയായിരുന്നല്ലോ. നീ ഇന്ന് അവിടെ ചെന്നിട്ടില്ലെന്നാണല്ലോ അവർ പറഞ്ഞു. നീ എന്നോട് പലതും ഒളിക്കുന്നുണ്ടല്ലേ? ഏയ്, ഞാനെന്ത് ഒളിക്കാനാ? ഒന്നും ഒളിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ കള്ളത്തരമല്ലേ? ആദി, നീ ശരിക്കും അങ്ങോട്ടാ പോയേ? പിന്നെ ഞാൻ ശരി, അത് നിന്റെ വ്യക്തിപരമായ കാര്യം, അതിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ നിന്റെ വ്യക്തിപരമല്ലാത്ത കുറച്ച് കാര്യങ്ങൾക്ക് എനിക്ക് നിന്റെ ഭാഗത്തുനിന്ന് മറുപടി കിട്ടണം, അതും സത്യസന്ധമായി. എന്താ കളിയാ? അന്ന് രാത്രിയിൽ പൂജ എവിടായിരുന്നു? എന്ന്? ഏത് രാത്രിയെക്കുറിച്ചാ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്? അതേ രാത്രിയിൽ, ഷാനും സബാനും കൊല്ലപ്പെട്ട രാത്രിയിൽ. അതും കൂടി അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ കേസിന്റെ ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ പറ്റൂ. അതും ഇതുമായിട്ട് എന്താ ബന്ധം? എന്തുകൊണ്ട്? നീ പറ, അന്ന് അവൾ എവിടായിരുന്നു? അത് പിന്നെ എനിക്കറിയില്ല ദത്തേട്ടാ. പക്ഷെ എനിക്കറിയാം. അന്ന് രാത്രി അവൾ നിനക്ക് പൊളിച്ചോടാൻ വീട് വിട്ടിറങ്ങി. ഏറെ നേരം നീ കാത്തു നിന്നിട്ടും അവൾ വന്നില്ല. നീ അവളെ അന്വേഷിച്ച് സിറ്റി മുഴുവൻ അലഞ്ഞു. ഒടുക്കം നീ അവളെ റെയിൽവേ ട്രാക്കിൽ വെച്ച് കണ്ടുമുട്ടി. അവൾ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയതായിരുന്നു. നീ അവളോട് കരഞ്ഞ് കാല് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതല്ല സംഭവിച്ചത്. ഇത് നിനക്കറിയാവുന്ന കഥ. പക്ഷെ നിനക്കറിയാത്ത മറ്റൊരു കഥ കൂടിയുണ്ട്. അവൾ എന്തിന് ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന കഥ. അവളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് നീ ഒരിക്കലും അവളോട് ചോദിക്കാത്ത കഥ. ആ കഥ എന്താണെന്ന് ഞാൻ പറയട്ടെ? അതിനു മുമ്പ് അവൾക്കൊരാളെ കാണണമായിരുന്നു. നീ വിചാരിക്കുന്ന പോലെ ഷാനുവിനെ അല്ല, അവന്റെ കൊലയാളിയെ. ആളിന് എന്തീ പറയുന്നേ? നീ അറിയാത്ത കുറെ സത്യങ്ങൾ. ഇത് സത്യമൊന്നുമല്ല, പച്ച കള്ളവാ. എടാ, ഞാൻ പറഞ്ഞു കഴിയുന്നതിന് മുമ്പേ നീ എന്തിനാടാ തോക്കിക്കയറി വെടിവെക്കുന്നേ? ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇല്ലാത്ത കാര്യങ്ങൾ ആളെ നീ പറയുന്നൊക്കെ. എങ്കിൽ പിന്നെ ഉള്ള കാര്യങ്ങൾ നീ പറ. അവൾ എന്തിനാന്ന് ആത്മഹത്യ ചെയ്യാൻ പോയെ? അത് പിന്നെ എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരി, നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കേ. ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നേ? ഞാൻ പറയുന്നതിനിടയിൽ കയറി നീ സംസാരിച്ചാ എനിക്ക് തനി പോലീസുകാരനാവേണ്ടി വരും. ഞാൻ പറയുന്നത് നീ കൂടെ കേട്ടാ മതി, മനസ്സിലായ? നിന്റെ കൂടെ ഒളിച്ചോടുന്നതിന് മുമ്പ് അവൾക്ക് ആദ്യ കാമുകനെ സെറ്റിൽ ചെയ്യണമായിരുന്നു. മിണ്ടി പോരുത്, ഞാൻ പറയട്ടെ. പരമാവധി അവൾ അതിന് ശ്രമിച്ചു. ഒരു തരത്തിൽ അവൻ ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ വന്നപ്പോ നേരത്തെ തയ്യാറാക്കി വെച്ച പ്ലാൻ ബി അവൾ പുറത്തെടുത്തു. ഏർപ്പാട് ചെയ്തിരുന്ന കൊട്ടേഷൻകാരനെ വിളിച്ച് കൊല്ലാൻ ഉത്തരവ് കൊടുത്തു. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് സംഭവിച്ചത്. അവൻ മരിച്ചോന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ അവൾ വല്ലാതെ ഭയന്നു. അതുവരെ ഇല്ലാത്ത പിടിക്കപ്പെടുമെന്ന ഭീതി അവളെ വരിഞ്ഞു മുറുക്കി. എന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽവേ ട്രാക്കിലെത്തിയ അവളെ നീ രക്ഷിച്ചു. എന്നിട്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരം അവളുമായിട്ട് ഒളിച്ചോടി. അതെ, നിങ്ങൾ ഒളിവിൽ താമസിച്ച സ്ഥലങ്ങളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഓരോന്നായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ വീട് ഉൾപ്പെടെ നിങ്ങൾക്ക് ഒളിത്താവളമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒടുവിൽ പിടിക്കപ്പെടുന്നായപ്പോ അഭയം തേടി നിങ്ങൾ ഇവിടെ തന്നെ എത്തി. ഇതല്ലേ സംഭവിച്ചത്? അളിയും പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷെ പൂജ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ എന്തിനാണ് അവൾക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നേ? അവള് നിന്നെ ഉപേക്ഷിച്ച് പോയോളല്ലേ? നിന്നെ തള്ളിപ്പറഞ്ഞ് നിന്റെ ചങ്കം പറിച്ചോണ്ട് പോയോളല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇല്ലാത്ത കാര്യങ്ങൾ സമ്മതിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇല്ലാത്ത കാര്യങ്ങളൊന്നല്ല, നിനക്ക് അറിയാത്ത കാര്യങ്ങളെന്ന് പറ. ആദി,